സിനുജി, അങ്ങനെ ലക്ഷദ്വീപിൽ ചരിത്രത്തിലാദ്യമായി മദ്യം എത്താൻ പോകുന്നു. അവിടെ മദ്യനിരോധന പ്രദേശമായിരുന്നു, മദ്യം കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയിൽ അനാർക്കലിയാണെന്ന് തോന്നുന്നു, അനാർക്കലി സിനിമയിൽ പൃഥ്വിരാജ് ഇങ്ങനെ ഒരു തുള്ളി മദ്യത്തിന് വേണ്ടി അലയുന്ന ഒരു സീനുണ്ട്. അപ്പം നമ്മൾ ആ സമയത്താണ് നമ്മൾ വിചാരിക്കുന്നത് ലക്ഷദ്വീപിൽ മദ്യം ഇല്ലല്ലോ, ഇവരൊക്കെ ഇങ്ങനെ ജീവിക്കുന്നു. അങ്ങനെ ഒടുവിൽ കേന്ദ്രത്തിൻ്റെ ഒക്കെ ഒരു തീരുമാനം വരുന്നു. അവരുടെ സംസ്കാരത്തെ ബാധിക്കാത്ത തരത്തിൽ ടൂറിസത്തെ വികസിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ടൂറിസത്തിന് കുറച്ചുകൂടെ ഒരു സാധ്യത ഉണ്ടാക്കാൻ വേണ്ടി ഒടുവിൽ മദ്യം അവിടെ എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലക്ഷദ്വീപിൽ മദ്യം എത്തുന്നതിന് വലിയൊരു ടൂറിസം വികസനം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. നമുക്കറിയാലോ മാലിദ്വീപുമായിട്ടുള്ള പ്രശ്നം. മാലിദ്വീപിലേക്കായിരുന്നു ടൂറിസ്റ്റുകൾ ധാരാളമായി ഒഴുകിയെത്തിയത്. ഇടയ്ക്ക് മാലിദ്വീപ് നമ്മൾ തമ്മിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിക്കുന്നു, അവിടുത്തെ കടൽ തീരത്ത് ഒരു ഫോട്ടോ ഇരിക്കുന്നു. ആ ഫോട്ടോ ഇട്ടതോടുകൂടി ലോകം മുഴുവൻ അത് വ്യാപിച്ചു. പ്രചരിക്കാനുള്ള കാരണം പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു വേൾഡ് വൈഡ് ഫിഗറാണ്. അതാണ് അതിന്റെ കാരണം. അല്ലാതെ അദ്ദേഹം ആ ടൂറിസത്തിന് വേണ്ടിയിട്ട് ചെയ്തതല്ല. അപ്പോൾ ഇതെവിടെയാണ് ഇങ്ങനെ ഒരു സ്ഥലം? ഇന്ത്യയിൽ എവിടെയാണ് എന്നൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്ക് ലക്ഷദ്വീപിലേക്ക് ടൂറിസം കൂടി. അതോടുകൂടി മാലിദ്വീപും നമ്മളും തമ്മിൽ തെറ്റി. പിന്നീട് നമ്മൾ ലക്ഷദ്വീപിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അന്നേരം നമുക്ക് മനസ്സിലായി ഈ ലക്ഷദ്വീപ് വഴി പാകിസ്ഥാനിൽ നിന്നടക്കം ചില കള്ളക്കടത്ത്, ഈ മയക്കുമരുന്ന് അടക്കം കടത്തുന്നുണ്ട്. അതായത് 5 കോടി രൂപയുടെയൊക്കെ മയക്കുമരുന്നൊക്കെ ആ ഭാഗത്തുനിന്ന് പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ചുകൂടി ശ്രദ്ധ ഊന്നണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ലക്ഷദ്വീപിൽ ഒരു അടിമുടി വികസനം, അതുപോലെ തന്നെ നമ്മുടെ സൈന്യത്തിൻ്റെ ഒരു പട്രോളിംഗ്, സുരക്ഷയൊക്കെ അവിടെ ഏർപ്പെടുത്തണമെന്നും കൃത്യമായിട്ട് തീരുമാനിച്ചു. അന്ന് തീരുമാനിച്ചപ്പോൾ ഈ ഒറ്റയടിക്ക് ഇങ്ങനെ സൈന്യം വരുന്നോ, ഞങ്ങളവിടെ സൈന്യം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഷേവ് ലക്ഷദ്വീപ് ആൾക്കാരുണ്ടല്ലോ, അവർ വീണ്ടും പ്രശ്നമായിട്ട് വന്നു. പക്ഷേ അതൊന്നുമല്ല, രാജ്യം ഒരു തീരുമാനമെടുത്താൽ, അല്ലെ രാജ്യത്തെ ഭരണാധികാരികൾ തീരുമാനമെടുത്താൽ അത് കൃത്യമായിട്ട് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ലക്ഷദ്വീപ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയും മദ്യം വേണം. അപ്പോൾ അവിടേക്ക് ചെല്ലുന്ന ടൂറിസ്റ്റുകൾ, ഇപ്പോൾ ടൂറിസ്റ്റുകൾ എന്ന് പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ താമസിക്കുന്നവരെന്താ, എവിടെ ചെല്ലുമ്പോഴും അവർ കുറച്ച് മദ്യം ഉപയോഗിക്കണം. അത് നമ്മൾ മലയാളികളെ പോലെ ഇന്ത്യക്കാരെ പോലെയല്ല. നമ്മളെന്താ മദ്യം കുടിച്ച് നമ്മൾ ബോധം കിടുന്നവരെ അവിടെ അങ്ങനെ അവരങ്ങനെയല്ല, ചെറുതായിട്ടൊരു ചെറിയ ലഹരി, ആരോഗ്യകരമായ മദ്യപാനം. അപ്പോൾ അവരതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മൾ ലക്ഷദ്വീപിലേക്ക് ബിവറേജസ് കോർപ്പറേഷൻ കുറച്ച് മദ്യം അയക്കുന്നത്. അതായത് ബിയർ ഉൾപ്പെടെയുള്ള മദ്യങ്ങളാണ് അയക്കുന്നത്. അപ്പോൾ ബിയറിനായിരിക്കും കൂടുതൽ പ്രാധാന്യം. കാരണം എന്താ പറയുക, ഈ വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാർ കടൽ തീരത്ത്, കാരണം അവിടെ തണുപ്പ് രാജ്യങ്ങളാണല്ലോ, സ്വാഭാവികമായും നമ്മുടെ കടലോരം ആ കടൽ പ്രദേശത്ത് ചൂടുമൊക്കെ കൊണ്ട് ഒരു ചെറുതായിട്ട് ഇച്ചിരി ബിയറൊക്കെ കുടിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 21 ലക്ഷത്തിൻ്റെ ബിയറാണ് ഇപ്പോൾ അയച്ചേക്കുന്നത്. ബംഗാരം ദ്വീപിലേക്കാണ് ഈ ബിയർ അയച്ചേക്കുന്നത്. 267 കേസ് മദ്യം എത്തിച്ചു, 80% ബിയറാണ്. അപ്പോൾ സംസ്ഥാനത്തെ ബിവറേജസ് കോർപ്പറേഷൻ വഴി ഇത്രയും വലിയൊരു കച്ചവടം നടക്കുന്നത് നമുക്ക് അതൊരു ലാഭം തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, ബിയർ, വിദേശ നിർമ്മിത വിദേശ മദ്യം, കാരണം ഈ വിദേശത്തു നിന്നുള്ള ഈ ഫോറിൻ ലിക്വർ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, മീൻസ് എന്താ സ്കോച്ച് വിസ്കി എന്നൊക്കെ പറയാം, അത്തരം മദ്യങ്ങളും സ്വാഭാവികമായിട്ടും കയറ്റി അയക്കണം. അങ്ങനെ 215 കേസ് ബിയർ, 39 കേസ് വിദേശ മദ്യം, 13 കേസ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമാണ് അയച്ചേക്കുന്നത്. ഇത് അയച്ചേക്കുന്നത് മറ്റ് ദ്വീപുകളിലൊന്നും കൊടുക്കില്ല. അവർ ഒരു പ്രത്യേക ഗ്രൂപ്പ് ആവശ്യപ്പെട്ടായിരുന്നു. അതായത് അവിടുത്തെ വിനോദസഞ്ചാരം കൈകാര്യം ചെയ്യുന്ന സ്പോർട്സിൻ്റെ അപേക്ഷ പരിഗണിച്ചാണ് ഈ വിദേശ മദ്യം അവിടേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ അവിടെയുള്ള ലക്ഷദ്വീപുകാരുടെ സംസ്കാരത്തെയോ അവരുടെ ജനജീവിതത്തെയോ ഒന്നും ബാധിക്കാത്ത തരത്തിലായിരിക്കും ഇത്. അപ്പോൾ ഏത് ദ്വീപിലാണോ ടൂറിസ്റ്റുകൾ കൂടെ എത്തുന്നത് അവിടെ മാത്രമേ മദ്യപാനത്തിന് അനുമതി ഉണ്ടാവുള്ളൂ. കാരണം അവിടെ ഓൾറെഡി പോലീസിൻ്റെയും ബാക്കിയുള്ള സംവിധാനങ്ങളുടെയൊക്കെ ഒരു നിരീക്ഷണം ഉണ്ടാവും. ഇത് കൂടാതെ സൈന്യത്തിൻ്റെ അവിടെ ചില മേഖലകൾ നിരീക്ഷിക്കാനായിട്ട് നമ്മുടെ സൈന്യത്തെ നിയോഗിക്കുന്നുണ്ട്. അവരുടെയൊക്കെ നിരീക്ഷണം വരുമ്പോൾ മറ്റു ഭാഗങ്ങളിലേക്ക് ഈ മദ്യപാനം പോകുമോ, ഇനി ഇത് സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളുണ്ടാകും. കാരണം എന്താ പറയുക, അവിടെ താമസിക്കുന്നതിൽ ഒരു 99% മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് ഈ മദ്യമൊക്കെ ഹറാമാണ്. കുറച്ചുപേരൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം, പക്ഷേ ഈ ദ്വീപിൽ അതില്ലാത്തതുകൊണ്ട് നിങ്ങൾ മദ്യ സംസ്കാരം അവിടേക്ക് പഠിപ്പിക്കുന്നു എന്ന് പറയും. അങ്ങനെയല്ല, രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ദ്വീപ്, ആ ദ്വീപിൽ ടൂറിസം വികസനം വേണം, അതുപോലെ ആ ദ്വീപിൽ മറ്റ് വികസനങ്ങളൊക്കെ വേണം. അവിടുത്തെ തന്നെ സ്പോർട്സ് എന്ന് പറയുന്ന ടൂറിസത്തെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ റിക്വസ്റ്റാണ്, എത്രയോ നാളത്തെ റിക്വസ്റ്റാണ് ഇപ്പം നമ്മൾ കേരളം കേട്ടിരിക്കുന്നത്. അങ്ങനെ കപ്പൽ നമ്മൾ അവിടേക്ക് മദ്യം വയ്ക്കുന്നു. അപ്പോൾ ഈ ബിയറും കുടിച്ചുകൊണ്ട് മറ്റ് ദ്വീപിലേക്ക്, ഇപ്പോൾ കവരത്തി പോലെയുള്ള ദ്വീപിലേക്കൊക്കെ പോയാൽ അവിടുത്തെ ജനജീവിതത്തെ അത് ബാധിക്കും. അതുണ്ടാകാൻ പാടില്ല. മാത്രമല്ല, കേരളത്തിലെ പോലെ ഇങ്ങനെ മദ്യപിച്ച് റോഡിൽ കിടക്കുന്ന ഒരു സംസ്കാരം അവിടെ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായിട്ട് അവർ ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ വികസനത്തിന് ടൂറിസ്റ്റുകളെ ഒക്കെ ആകർഷിക്കാൻ ഇങ്ങനെ മദ്യം കൊടുക്കുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അവിടെ ലക്ഷദ്വീപിൽ പോയ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. അതായത് അവിടെ ഈ മദ്യം കിട്ടാത്തതിന്റെ പേരിൽ തന്നെ ടൂറിസത്തിനൊരു മുടക്കമുണ്ട്. സത്യമാണ്. കാരണം വിദേശികളാണ് പ്രധാനമായും നമ്മുടെ രാജ്യത്തേക്കും അതുപോലെ തന്നെ ഈ ലക്ഷദ്വീപിലേക്കൊക്കെ പ്രധാനമായിട്ട് വരുന്നത്. മാലദ്വീപിന്റെ ആ ഒരു ടൂറിസം സാധ്യത ഇടിക്കുന്ന തരത്തിൽ, അത് മാലദ്വീപിനെക്കാട്ടും മനോഹരമാണ് നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. നരേന്ദ്രമോദി അന്ന് വന്ന് റെഡിക്ക് മാലദ്വീപിനെ, അദ്ദേഹം ഒന്നും മാലദ്വീപിനെതിരെ സംസാരിച്ചില്ല, നിങ്ങൾ ഇങ്ങോട്ട് വരണം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം അവിടെ ഇരുന്ന് ഒറ്റ ഫോട്ടോ ഇട്ടു. ആ ഫോട്ടോ ഇടുമ്പോൾ ട്വിറ്ററിലടക്കം അത് എക്സിലടക്കം കത്തിപ്പടരുകയായിരുന്നു ഉണ്ടായത്.
അപ്പോൾ അതോടുകൂടി അവർക്ക് മനസ്സിലായി എന്താണ് നരേന്ദ്രമോദിയുടെ ഒരു റേഞ്ച് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അങ്ങനെ കേന്ദ്രം എടുക്കുന്ന ഒരു തീരുമാനം, അതും സിനോജ് ഇപ്പോൾ പറഞ്ഞതുപോലെ വളരെ വ്യക്തമായിട്ട് ഈ ബംഗാരം എന്ന് പറയുന്ന ആ ദ്വീപിൽ മാത്രമാണ്, അവിടെ ആൾത്താമസമില്ലാത്ത ദ്വീപ് കൂടി, അതായത് ഈ പിന്നെ 120 കോട്ടേജുകളോ മറ്റോ നിർമ്മിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഈ മറ്റു ദ്വീപുകളിലേക്ക് യാതൊരു തരത്തിലും ഈ മദ്യം എത്തില്ല. അവിടെ നിന്ന് മദ്യപിച്ച് അപ്പുറം പോയി പ്രശ്നം ഉണ്ടാക്കാൻ ഒന്നും തന്നെ യാതൊരു വിധത്തിലും അനുവദിക്കുകയില്ല. അതും ടൂറിസ്റ്റുകൾക്ക് മാത്രമാണ് ഇതിപ്പോൾ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് അവിടെയുള്ള ആളുകൾക്ക് ഇത് അനുവദിക്കപ്പെട്ടിട്ടില്ല, കൊടുക്കില്ല, ടൂറിസ്റ്റുകൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിനും ഒപ്പം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ടൂറിസ്റ്റ് വരുമാനം വളരെയധികം വർദ്ധിപ്പിക്കാനും ഒപ്പം അത് കേരളത്തിനും ഈ പറയുന്ന പോലെ സിനോജ് നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ബീവറേജ് കോർപ്പറേഷന് വലിയ ലാഭം ഉണ്ടാവും. ഇവർക്ക് പിന്നെ ഈ കൺസ്യൂമർ ഫെഡിൻ്റെ നിരക്കിലാണ് ഈ മദ്യം കൊടുക്കുന്നത്. അതും എന്താണ് ഒരു നല്ല കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും അത് വലിയൊരു പങ്ക് വഹിക്കും എന്നുള്ളത് തന്നെയാണ്. ഇതിനെയൊന്നും ഈ ഷേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഇറങ്ങിയിട്ട് കാര്യമില്ല. ഇപ്പം സിനോജ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അതായത് ലക്ഷദ്വീപിലെ ആളുകളെ മുഴുവൻ ഇതാ ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ പോകുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തന്നെയാണ് പറയുന്നത് അവിടെ ആംബുലൻസ് ഇല്ല, ഈ പെട്ടെന്ന് എയർലിഫ്റ്റ് സൗകര്യമില്ല, ഈ പറയുന്ന ഒരു നല്ലൊരു ആശുപത്രി ഇല്ല. ഇതൊക്കെ പരാതികളുള്ളതാണ്. ഈ പരാതികളെല്ലാം പരിഹരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ആശുപത്രികളടക്കം ഇതിന്റെ കൂടെ വരുന്നു എന്നല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ അഗത്തി ദ്വീപിനോട് ചേർന്നുള്ള ഈ ആൾതാമസമില്ലാത്ത 120 ഏക്കർ അവിടെയാണ് ഈ കോട്ടേജുകൾ നിർമ്മിക്കുന്നത്, ഒപ്പം ഹട്ട് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ വിദേശ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് മദ്യം എത്തിക്കുന്നത്. അപ്പോൾ ഒറ്റത്തവണ അനുമതിയാണ് മദ്യം ഇപ്പോൾ എത്തിച്ചത്. ഇനി കൊടുക്കണോ വേണ്ടെന്നുള്ളത് അവിടുത്തെ ബാക്കിയുള്ള ഒരു ഡീലിങ്സ് അനുസരിച്ചായിരിക്കും. അപ്പോൾ കൺസ്യൂമർ ഫെഡിനും ബാറുകൾക്കും നിരക്കിൽ ലഭിക്കുന്ന 20% ഇളവ് ഈ സ്പോർട്സിന് ലഭിക്കും. എങ്കിൽ മാത്രമേ സ്പോർട്സിന് ലാഭമുള്ളൂ. അപ്പോൾ ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഒരു വലിയ ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനായിട്ട് നമ്മുടെ രാജ്യം തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആൾതാമസമില്ലാത്ത നിരവധി ദ്വീപുകൾ അവിടെയുണ്ട്. അവർ ഈ മീൻപിടുത്തത്തിൻ്റെ പോകുന്ന വള്ളങ്ങളൊക്കെ സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഒറ്റപ്പെട്ട് പോയി നിൽക്കുന്നു, അതൊക്കെ ഉള്ളൂ. അതൊക്കെ ഒന്ന് വികസിപ്പിച്ചാൽ എന്താണ്? സ്വാഭാവികമായിട്ടും അവിടെ കുറച്ച് ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കുറച്ച് സർക്കാർ സ്ഥാപനങ്ങൾ ഇതൊക്കെ വരുത്താനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നു. കാരണം കടൽ വഴിയുള്ള ആക്രമണം ഇന്ത്യക്ക് മേൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും. നിലവിൽ സമുദ്ര മേഖലയിൽ നമ്മൾ രാജ്യത്തെ വലിയ ശക്തികളിലൊന്നാണ്. ഇപ്പോൾ ഫ്രാൻസുമായിട്ടൊക്കെ കരാർ ഒപ്പിട്ടതിനെ തുടർന്ന് നമുക്ക് സ്കോർപ്പിയൻ അന്തർവാഹിനി ഉൾപ്പെടെ വരാൻ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയ്ക്കും പാകിസ്ഥാനും കുറച്ച് സ്വാധീനമുള്ള ലക്ഷദ്വീപിന് സമീപത്തുള്ള കടലോര മേഖലയുണ്ട്. അവിടെ വല്ലപ്പോഴും നമ്മുടെ ഈ പറയുന്ന കോസ്റ്റ് ഗാർഡൊക്കെ ചെല്ലും എന്നുള്ളതാണ്. ഇനി അങ്ങനെ വേണ്ട, അവിടെ നമ്മുടെ സ്ഥിരമായ സാന്നിധ്യം സൈന്യത്തിൻ്റെ, നേവിയുടെ ഉറപ്പിക്കാൻ പോകുന്നു എന്ന് മാത്രമല്ല അവിടെ കുറേ കൺസ്ട്രക്ഷൻ നടത്താൻ പോകുന്നു. ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ദ്വീപുകൾ തമ്മിൽ ഇപ്പോൾ ബന്ധമില്ല. ബോട്ടിൽ അല്ലെങ്കിൽ ചെറിയ വള്ളങ്ങളിലൊക്കെ വേണം ഒരു ദ്വീപിൽ നിന്ന് അടുത്ത ദ്വീപിലേക്ക് പോകാൻ. അത് വേണ്ട, അവിടെ പാലങ്ങളൊക്കെ നിർമ്മിക്കാമല്ലോ. ഇപ്പോൾ ചൈന ഈ ലക്ഷദ്വീപിനെ പോലെ തന്നെ മാലദ്വീപിനെയും കണ്ടിട്ട് കുറേ വികസനം നടത്തിയത്. അവിടെ ചെയ്തെന്താ വെച്ചാൽ റോഡ് ആൻഡ് ബ്രിഡ്ജസ് എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രകാരം അവിടെ ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിൽ വലിയ പാലങ്ങളൊക്കെ നിർമ്മിച്ചു. അവിടെ ഇന്ത്യ പോലും നിക്ഷേപം നടത്തി. അങ്ങനെ നിക്ഷേപം നടത്തി ഇന്ത്യക്ക് എന്തുകൊണ്ട് ലക്ഷദ്വീപിൽ അത്തരം കാര്യങ്ങൾ ചെയ്തുകൂടാ? സ്വാഭാവികമായും ആർജവമുള്ള ഒരു ഭരണാധികാരിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അത്തരം ലക്ഷ്യങ്ങളുണ്ടാകും. അപ്പോൾ ആദ്യഘട്ടം എന്ന നിലയിൽ ഈ മദ്യം അവിടെ കൊണ്ടുവരികയാണ്. എന്താണ് എതിർപ്പ്, ഏത് രീതിയിലാണെന്ന് അവർ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആർമി വരും. നേരത്തെ പറഞ്ഞ എന്താ, ആർമി അവിടെ വരാൻ പാടില്ല, ആർമി വന്നാൽ അവിടുത്തെ സ്ത്രീകളെ ഉപദ്രവിക്കും, അവിടെ വന്ന് മദ്യപിക്കും എന്നൊക്കെ പറഞ്ഞ്. ഇതൊന്നുമല്ല, ഇത് ആദ്യ ഘട്ടമാണ്. ഇത് ചെയ്യുന്നത് ആരാ? സംസ്ഥാന സർക്കാർ. അതായത് കേരള സർക്കാർ അവിടെ ബിവറേജ് കോർപ്പറേഷന്റെ സഹായത്തോടെ മദ്യം എത്തിക്കുന്നു. മദ്യത്തിൽ ആദ്യ പങ്ക് 80% ബിയറാണ്. ആൽക്കഹോളിക് കണ്ടന്റ് വളരെ കുറവായിരിക്കും. അത് കഴിയുമ്പോൾ കേരളം ഇത് ചെയ്തു തുടങ്ങിയാൽ രാജ്യത്തിൽ നിന്ന് അടുത്ത നടപടികളുണ്ടാകും. അപ്പം പിണറായി വിജയനാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്, നാളെ അത് ചെയ്യാൻ നരേന്ദ്രമോദി വരുന്നു. അപ്പോൾ ടൂറിസം മൊത്തത്തിൽ വികസിക്കും. അപ്പോൾ ആൾപ്പാർപ്പില്ലാത്ത ദ്വീപുകൾ വികസിക്കട്ടെ, അവിടെ കൺസ്ട്രക്ഷനോ മറ്റു പരിപാടികളോ നടക്കട്ടെ. രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് ആവശ്യമായ വിധത്തിൽ അവിടെ നേവൽ വകുപ്പിന് ഒരു പോർട്ടോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളോ ഉണ്ടായിക്കോട്ടെ. പാർത്ഥൻ പറഞ്ഞ പോലെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ എയർലിഫ്റ്റ് ചെയ്യണം. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അവിടെ നിന്ന് പോലും ആളുകൾ ഡോക്ടേഴ്സായിട്ടൊക്കെ വരുന്നുണ്ട്. അവരുടെ ഒരു ചിന്ത, ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ആലപ്പുഴയിൽ ഒരു കുട്ടി മരിച്ചില്ലേ, വിദ്യാർത്ഥികൾ, അതിലൊരു കുട്ടി ലക്ഷദ്വീപ് വരാനാണ് അവൻ്റെ ആഗ്രഹം. ലക്ഷദ്വീപിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഡോക്ടേഴ്സ് വരട്ടെ, അവിടെയും ആതുരാലയങ്ങൾ അല്ലേ, അതൊക്കെ വരട്ടെ, നല്ല കെട്ടിടങ്ങൾ വരട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരട്ടെ. അങ്ങനെ ലക്ഷദ്വീപിന് മൊത്തം വലിയ വികസനം ഉണ്ടാകട്ടെ. അതിന് തടസ്സമിടാനായിട്ട് ഈ പറയുന്ന ഇടുങ്ങിയ ചിന്താഗതിക്കാരായ ആളുകൾ വരരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? സിനോജ് പറഞ്ഞ പോലെ അങ്ങനെ തന്നെ സംഭവിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഈ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധിയുടെ ഒരു
പ്രതിമ പോലും അവിടെ വെക്കാനുള്ള സാധ്യതയില്ലായിരുന്നു, അങ്ങനെ ഒരു അനുമതി അവിടെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ഗാന്ധി പ്രതിമ വന്നിരിക്കുന്നു, അതുപോലെ തന്നെ വികസനങ്ങൾ വരുന്നു, എല്ലാം വരുന്നു. ഇതൊക്കെ വരാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. എന്തായാലും വലിയ വികസനങ്ങൾ തന്നെ ലക്ഷദ്വീപിൽ വരട്ടെ. അങ്ങനെ ആ രീതിയിൽ നമ്മുടെ രാജ്യവും വികസിക്കട്ടെ. ടൂറിസം രംഗത്ത് വലിയ ഒരു സ്ഥാനം ലക്ഷദ്വീപിന് ഉണ്ടാകട്ടെ എന്നും നമുക്കും പ്രതീക്ഷിക്കാം.